ബോധപൂർവമായ ശ്രമമാണ് നടന്നിട്ടുള്ളത്. അത് സുപ്രീം കോടതിക്ക് ബൈൻഡിംഗ് അല്ല. സുപ്രീം കോടതി ഈ ഭരണഘടനാ ആർട്ടിക്കിൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സുപ്രീം കോടതിക്ക് അത് ആവശ്യമാണ് എന്ന് കണ്ടാൽ മാത്രമാണ് ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. ഭരണഘടനാ അസംബ്ലിയിൽ ഇതാണ് 119 ആർട്ടിക്കിളായിരുന്നു. അത് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ രാമൻ ചോദിക്കുന്നുണ്ട്, സുപ്രീം കോടതിക്ക് പ്രസിഡന്റ് അയച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് സംബന്ധിച്ച് ഒപ്പീനിയൻ കൊടുക്കേണ്ടതുണ്ടോ, അത് സംബന്ധിച്ച് അഡ്വൈസ് കൊടുക്കേണ്ടതുണ്ടോ, അത് ബൈൻഡിംഗ് ആണോ എന്ന പ്രശ്നം ഭരണഘടനാ അസംബ്ലിയിൽ തന്നെ ചോദ്യം ഉയരുകയും അവന് മറുപടിയായിട്ട് ഒറ്റ വാചകത്തിൽ തന്നെ അംബേദ്കർ വ്യക്തമാക്കി ഇത് ബൈൻഡിംഗ് അല്ല, സുപ്രീം കോടതിക്ക് പരിശോധിച്ചിട്ട് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള വിധി ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധിയെ